മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് 33-ാമത്തെ ക്ലാസ്സാണ്. 35-ാമത്തെ പാദമാണ് ക്ലാസ്സിന് ഇതിവൃത്തമായിട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ പുസ്തകത്തിൽ, വർത്തമാന പുസ്തകത്തിലെ 193 മുതൽ 196 വരെയുള്ള പേജുകളിലാണ് 35-ാം പാദം കാണുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, നിൻ്റെ സ്നേഹത്തിനും കരുതലിനും നീ ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കനിവോടെ നിൻ്റെ ദൃഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെച്ച് നിൻ്റെ ഉദ്ധാന അനുഭവത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന നിൻ്റെ കരുതൽ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് മരിച്ച് ഉദ്ധാന അനുഭവത്തിലേക്ക് സ്വയം കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും വേദനകളെയും എല്ലാം ഉദ്ധാനാനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന നിൻ്റെ ആനന്ദ കാരുണ്യത്തിന്, സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ കരുതൽ, കാവൽ, സംരക്ഷണം, ഇതിനെല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തമ്പുരാനെ, നിന്റെ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുമ്പോഴും മുന്നോട്ടുള്ള ഞങ്ങളുടെ ക്ലാസ്സുകൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ് കേൾക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈശോയെ നിന്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും ഈശോയെ നിൻ്റെ ഉദ്ധാനത്തിൻ്റെ വലിയ അനുഭവങ്ങൾ കടന്നു വരുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ നിയോഗങ്ങളെയും നിന്നോട് ചേർത്ത് വെച്ചുകൊണ്ട്, കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്നോടുകൂടെ ഉദ്ധിതനാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശോയുടെ പീഡാനുഭവ വാരത്തിൻ്റെ അവസാന ദിവസത്തിലാണ് നമ്മളായിരിക്കുക. ഉദ്ധാനാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണല്ലോ. സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആയിരിക്കാം. ആഗതമാകുന്ന ഉദ്ധാനത്തിൻ്റെ, ഉയർപ്പിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാറേമാകൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 35-ാം പാദത്തിൽ വിവരിക്കുന്ന പ്രധാന സംഭവങ്ങളാണിത് നമ്മൾ പഠന വിധേയമാക്കുക. അപേക്ഷാ സമർപ്പണവും റോമിലെ ചതിക്കുഴികളും. ഈ ഭാഗത്തെ പ്രധാന 5 സംഭവങ്ങളായിട്ട്, അല്ലെങ്കിൽ പ്രധാന സംഭവങ്ങളെ 5 ആശയങ്ങളായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. 1, രാജ്ഞിയെ കാണുവാനുള്ള ആദ്യ ശ്രമം. അപേക്ഷ തയ്യാറാക്കിയ ശേഷം മൽപ്പാനും സംഘവും പോർച്ചുഗൽ രാജ്ഞിയെ കാണാൻ കലൂസ കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് കുമ്പസാരത്തിന് ഒരുങ്ങുന്നതിനാൽ അന്ന് കൂടിക്കാഴ്ച നടന്നില്ല. പകരം അവർ യൂറോപ്യൻ കാര്യവിചാരക്കാരനായ ഐദസയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. 2-ാമത്തെ ആശയം നൂൻഷ്യോയുടെ ഇടപെടൽ. കൊട്ടാരത്തിൽ നിന്നും മടങ്ങിയെത്തിയ മൽപ്പാനെ നൂൻഷ്യോ വിളിച്ചു വരുത്തി റോമിൽ നിന്നും വന്ന ഒരു കത്ത് വായിച്ചു കേൾപ്പിച്ചു. മലങ്കരയിൽ നിന്നുള്ള പ്രതിനിധികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു വേഗം റോമിലേക്ക് അയക്കണമെന്നും ഉള്ളതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. 3-ാമത്തെ ആശയം തിരിച്ചറിയാത്ത ചതി. റോമിൽ നിന്നുള്ള കത്ത് കേട്ട് മൽപ്പാൻ അത്യധികം സന്തോഷിച്ചു. എന്നാൽ മലങ്കര സഭയുടെ പരാതികൾ പോർച്ചുഗൽ രാജ്ഞി അറിയാതിരിക്കാനും അവരെ വേഗം പോർച്ചുഗലിൽ നിന്നും മാറ്റാനുമുള്ള മോൺസിഞ്ഞോർ ബോർജിയയുടെ കുതന്ത്രമായിരുന്നു ആ കത്തിനു പിന്നിലെന്ന് അവർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. 4-ാമത്തെ ആശയം കയത്താനോസ് പാതിരിയുടെ നിലപാട്. റോമിൽ നിന്നും അനുകൂലമായ കത്ത് വന്ന വിവരമറിഞ്ഞ കയത്താനോസ് പാതിരി പോർച്ചുഗലിൽ അപേക്ഷ നൽകേണ്ടതില്ലെന്നും നേരെ റോമിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും ഉപദേശിച്ചു.
ഇത് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് യാത്രികർക്ക് സംശയം തോന്നി. കാരണം ഇതുവരെയുള്ള പാഠങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. കയത്താനോസ് പാതിരി മൽപ്പാനോടും ടീമിനോടും എപ്പോഴും എതിർത്ത് പെരുമാറുകയും കൊടുങ്ങല്ലൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നാട്ടുകാരനെ മെത്രാപ്പോലീത്തയായി അയച്ചു എന്ന് പറഞ്ഞവരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ എത്രയും അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നത് കാണുമ്പോൾ സംശയം തോന്നാൻ കാരണം ഇത് നമുക്ക് വിചാരിക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം ഇതാണ്, അന്തിമ തീരുമാനം. പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും അപേക്ഷ സമർപ്പിക്കുമെന്ന് ഇതിനോടകം പരസ്യമായതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് അവർ കരുതി. അതിനാൽ നൂൻഷ്യത്തിനെയോ കയത്താനോസിനെയോ അറിയിക്കാതെ രാജ്ഞിയെ കണ്ട് അപേക്ഷ നൽകാൻ അവർ വീണ്ടും തീരുമാനിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അപേക്ഷ തയ്യാറാക്കിയ വിവരം മൽപ്പാനും സംഘവും ആരോടാണ് മറച്ചുവെച്ചത്? കയത്താനോസ് പാതിരിയോട്. രാജ്ഞിയെ കാണാൻ പോകുന്ന വഴിക്ക് ആരെ കാണാനാണ് കയത്താനോസ് പാതിരി നിർദ്ദേശിച്ചത്? യൂറോപ്പിൻ്റെ വിചാരകനായ ഐദസ എന്ന ഉദ്യോഗസ്ഥനെ. രാജ്ഞി എന്ന് താമസിച്ചിരുന്നത് ഏത് കൊട്ടാരത്തിലാണ്? ഖലൂസ കൊട്ടാരത്തിൽ. കൊട്ടാരത്തിലെത്തിയപ്പോൾ അന്നേ ദിവസം രാജ്ഞിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കാരണമെന്ത്? രാജാവ് കുമ്പസാരിച്ച കുർബാന കൈക്കൊള്ളാൻ ഒരുങ്ങിയിരുന്നതിനാൽ അന്നേ ദിവസം രാജ്ഞി ആരെയും കാണുന്നില്ലായിരുന്നു. രാജ്ഞിയെ കാണാൻ കഴിയാത്തതിനെ തുടർന്ന് മൽപ്പാനും സംഘവും എവിടേക്കാണ് പോയത്? സർവാധികാരിക്കാരനായ ഐദസായുടെ വീട്ടിലേക്ക്. കത്തു കേട്ടപ്പോൾ മൽപ്പാൻ്റെ പ്രതികരണം എന്തായിരുന്നു? മൽപ്പാൻ അത്യധികം സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ വരികയും ചെയ്തു. മൽപ്പാൻ സന്തോഷിച്ച ആ കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? മലങ്കരയുടെ കാര്യങ്ങൾ പോർച്ചുഗൽ രാജ്ഞി അറിയാതിരിക്കാനും യാത്രികരെ വേഗം അവിടെ നിന്നും ഒഴിവാക്കാനുമുള്ള റോമിലെ ഉദ്യോഗസ്ഥരുടെ ചതിയായിരുന്നു അത്. റോമിലെ ചതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ആരായിരുന്നു? പ്രൊപ്പഗാന്തയുടെ മന്ത്രിയായ മോൺസിഞ്ഞോർ ഖോർജിയ. രണ്ട് തോണിയിൽ കാൽ വയ്ക്കുന്നത് പോലെ എന്ന് കയത്താനോസ് പാതിരി പറയാൻ കാരണമെന്ത്? പോർച്ചുഗലിലും റോമിലും ഒരേ സമയം കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടിടത്തും സഹായം ലഭിക്കില്ലെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ. അവസാനം മൽപ്പാനും സംഘവും എന്തു തീരുമാനമാണ് എടുത്തത്? അപേക്ഷ കൊടുക്കാതിരിക്കുന്നത് വിഘ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഭയന്ന് ആരെയും അറിയിക്കാതെ രാജ്ഞിക്ക് അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചു.